പറഞ്ഞത്? വന്ന് വിളിച്ചു, മേരിക്കുട്ടി 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 എന്ന് വിളിച്ചു രാത്രിയിൽ. വർഷങ്ങൾ കഴിഞ്ഞ്, കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ, മക്കൾ കൊച്ചുമക്കളായി. എന്ത് ചെയ്തിട്ട് കഥക് തുറക്കുന്നില്ല, പഴയ കാലമാണ്. അപ്പൊ പുള്ളി കറണ്ടില്ല. അപ്പൊ പുള്ളി വെച്ചിട്ട് കഥക് തുറക്കടി അച്ചായ, സാക്ഷ കാണുന്നില്ലെന്ന്. സാക്ഷ, പണ്ട് സാക്ഷ എന്നാണ് പറയുന്നത്. സാക്ഷ പുള്ളി തിന്നെന്ന് ചോദിച്ചു. പണ്ട് ഒറ്റപ്പിടുത്തത്തിന് സാക്ഷായിലായിരുന്നല്ലോ ഒന്ന്. കല്യാണം കഴിച്ച ആ നാളുകളില് സൂക്ഷം വന്ന് സാക്ഷായിലായിരുന്നല്ലോ കൈ വെക്കുന്നത്. ഇപ്പം 10-25 കൊല്ലം കഴിഞ്ഞാന്ന് വന്ന് ഈ സാക്ഷ തപ്പി തപ്പി പുള്ളി വെളിയെന്ന് ചോദിച്ചു, വെളുക്കോളം നിക്കണോടി കിട്ടുമോ എന്ന് സാക്ഷ. അങ്ങനെ മനുഷ്യന്റെ രീതി എങ്ങനെ? സ്തോത്രം. അവനവന്റെ ജീവനായ ഏറ്റവും വലുത്. അതാ സാധാരണ പറയുക, ത്വക്കിന് പകരം ത്വക്ക്. മനുഷ്യൻ തന്റെ ജീവന് പകരം കൊടുത്തു കളയും. ജീവന് പകരം ഉള്ളതൊക്കെയും, തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. അപ്പൊ എന്ത് വേണേലും അവനവന്റെ ജീവന് വേണ്ടി കൊടുക്കും. പറഞ്ഞതിന്റെ സാരം ഇതാ, അവന്റെ പിള്ളേരെയും പെറുങ്കണിയും വരുമാനം ഒക്കെ തൊട്ടത് അവനെ തൊട്ടോ ഇല്ല, അവനെ തൊടും. എല്ലാരും അറിയാം. അപ്പൊ ദൈവം സാത്താനോട് എന്നാ പറഞ്ഞു? അടുത്ത വാക്യം, ദൈവം സാത്താനോട് നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും. അപ്പൊ ദൈവം തമ്പുരാൻ സാത്താനോട് പറയുക, നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥി മാംസവും ഒന്ന് തൊടുക. അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുന്നത്. ദൈവം തമ്പുരാൻ പറയുക, നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥി മാംസവും, അവന്റെ അസ്ഥി മാംസവും തൊടുക. അന്നേരം താനിന്ന് പറയാ. അപ്പൊ ദൈവം തമ്പുരാൻ എന്നാ പറഞ്ഞത്? ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കും. ഉടനെ ദൈവം തമ്പുരാൻ സാത്താനോട് പറയുക, ഇതാ അവനെയും കൂടെ നിന്റെ കയ്യിലോട്ട് തരിക. എന്നാൽ അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ പ്രാണനെ ദൈവം അറിയാൻ ആരും തൊടുകയല്ല. ഏത് മാരക രോഗം വന്നാലും നിന്റെ ക്യാൻസർ ആയിരിക്കാം, ബ്രെയിൻ ട്യൂമർ ആയിരിക്കാം, കിഡ്നി പ്രോബ്ലം ആയിരിക്കാം, ഹാർട്ടിന്റെ പ്രോബ്ലം ആയിരിക്കാം, ഷുഗർ കൂടി അങ്ങേയറ്റം പറ്റിക്കാണ്, മറ്റനേക രോഗങ്ങൾ നിന്നെ പിടികൂടി. ലോകത്തിലെ വൈദ്യന്മാര് പറഞ്ഞു കാണും, അധിക നാള് കാണത്തില്ല, ജീവിച്ചിരിക്കത്തില്ല, ക്യാൻസർ ആയി 4ാം സ്റ്റേജൊക്കെ വന്നു എന്നൊക്കെ പറയും. അത് ഞാൻ എതിർക്കുന്നില്ല, വൈദ്യശാസ്ത്രം അങ്ങനെയൊക്കെ വിധി എഴുതി. പക്ഷേ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാ, ദൈവം അറിയാതെ നിന്റെ പ്രാണം പോകത്തില്ല, ദൈവം അനുവദിക്കാതെ നിന്റെ ജീവൻ പോകത്തില്ല. നിന്റെ ജീവൻ അവിടുത്തെ ഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുക. ജീവന്റെ മേലും മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും അധികാരമുള്ളവൻ നസറേയനാകുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. അതികളോടി ജനകാകുന്നവൻ പച്ചനദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളോടി ജനകാകുന്നവൻ പച്ചനദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതിമണിയിൽ എന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. നടത്തിക്കൊണ്ടു വരുന്നവൻ ജീവനായകനെ മനുവേലേ ജീവനായകനെ. ഇപ്പോ ഇതുപോലെ ഇനി ഒപ്പിക്കണം. ദൈവം പറയാതെ നിന്റെ ജീവൻ പോകുകയല്ല. നിന്റെ ജീവൻ ദൈവത്തിന്റെ കരങ്ങളില. സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ കർത്താവാ. ഇന്ന് രാത്രി ഈ മാരക രോഗത്തിന് വലകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവൻ സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ പറ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ലോകവൈദ്യന്മാര് പറഞ്ഞു കാണും, അധിക നാൾ കാണത്തില്ല, അധിക നാൾ ജീവിച്ചിരിക്കും. അതൊക്കെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി നീ മരിക്കത്തില്ല. നിന്റെ ജീവൻ ദൈവത്തിന്റെ കരങ്ങളില്ല. പ്രാണന്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഇന്ന് രാത്രി ആ കർത്താവിന്റെ കരങ്ങളെ സമർപ്പിക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും ഇന്ന് രാത്രി വിടുതല. യേശു നിന്നെ സൗഖ്യമാക്കും. യേശു നിന്നെ വിടുവിക്കും. ദൈവം നിന്നെ
സാത്താന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ സാത്താൻ സന്തോഷിച്ച് പുറപ്പെട്ട് ഇയ്യോബിനെ തൊട്ടു. അടുത്ത വാക്യത്തിലുണ്ട്, അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി സാത്താൻ യഹോവ അവൻ ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് അല്ലല്ല അതിന്റെ മുകളിൽ സാത്താൻ വന്ന് തൊട്ട കാര്യമായി. യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, ഇത് അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊട്ടേക്കരുത്. അടുത്ത വാക്യം, അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിന്റെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരിക്കെന്ന ചെറിയ പരിക്കല്ല, പരിക്കളെ പരു. പണ്ടൊരാള് പറഞ്ഞു ഇയ്യോബിന്റെ കരപ്പനായിരുന്നു. പിന്നെ കരപ്പനൊന്നും വന്ന കാര്യമല്ല, വല്ലാത്ത പരിക്കള്. എല്ലാം വിവരിക്കുന്നില്ല. അസഖ്യമായ വേദനയും വല്ലാത്ത ചൊറിച്ചിലും. ഈ പരിക്കളും വ്രണങ്ങളും കഠിനമായിട്ട് ഈ പുറമെയുള്ള പരിക്കളേക്കാൾ ഉപരി ഉള്ളിലും പരിക്കളും വ്രണങ്ങളും വന്നെന്ന. ഈ പരിക്കളും വ്രണങ്ങളും കഠിനമായപ്പോൾ ഇയ്യോബ് ചാരത്തിൽ പോയിരുന്ന് ഓട്ട് കഷണം എടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുക. ചൊറിച്ചിലല്ലേ, ഓട്ട് കഷണം എടുത്ത് ഇങ്ങനെ ചൊരണ്ടി ഇരിക്കുക. പരിക്കളല്ലേ. ഞാൻ പറയാനുണ്ട്, ഭക്തന് ബുദ്ധിമുട്ട് വന്നപ്പോ എന്തെടുക്കുക? ചൊറിയ. എന്നാൽ മർക്കോസ് 5 ഒരുത്തരുണ്ട് ചൊറിയായിരുന്നോ? 5:5 വായിരും. മർക്കോസ് 5:5. അവൻ ചൊറിയല്ലല്ലോ. 5:5 പെട്ടെന്ന് വായിച്ചു. മർക്കോസ് 5:5. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു. ഇയ്യോബ് എന്നെടുക്കുകയായിരുന്നു ചൊറിയുക. മർക്കോസ് 5 പുള്ളി ചതക്കുക. ഇതാ ഭക്തനും അഭക്തനും തമ്മിലുള്ള വ്യത്യാസം. അല്ലെ, ഗുണപ്പെട്ടവനും ഗുണപ്പെടാത്തവനും തമ്മിലുള്ള വ്യത്യാസം. എന്റെ ഭാഷയിൽ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഗുണപ്പെട്ടവൻ ചൊറിഞ്ഞു, ഗുണപ്പെടാത്തവൻ ചതച്ചു. അങ്ങനെ ചതയ്ക്കുന്നവരുണ്ട്. കുടുംബജീവിതമൊക്കെ അല്ലേ, പല ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ചില സഹോദരിമാർ, എല്ലാവരുമല്ല, ചില സഹോദരിമാർ വീട്ടിൽ ബുദ്ധിമുട്ടും പ്രയാസവും ആരോഗ്യവും ഒക്കെ വരുമ്പോൾ ഭർത്താവിനെ തല്ലാൻ ഒക്കാത്തതിന് ചിലര് തല്ലുന്നവരും കൊണ്ട് തല്ലി മേടിച്ചവരും ഉണ്ടെന്ന് അടുത്ത കാലത്ത് എന്നോടൊരാണ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, തിരിച്ചടിച്ചോ? ഘോഷിച്ചെന്ന്. അത് ഘോഷി ആണി ഇളകിയതാണ്. ആണി ഇളകിയ പലരും കാണും. അപ്പൊ ചിലര് തിരിച്ചു തല്ലത്തില്ല, തല്ലുകയില്ല, തല്ലാൻ ഒക്കത്തുമില്ല. അതിന് തന്നെത്താൻ ഇങ്ങനെ ഇടിക്കുന്ന കാണും. എന്റെ ദൈവമേ എന്ന് പറഞ്ഞു. കണ്ടിട്ടുണ്ടോ എന്നല്ല, ഇടിച്ചിട്ടില്ലേ? സഹോദരന്മാരുടെ ഒരു കാര്യം പറയാം. അങ്ങനെ തന്നെത്താൻ ഇടിക്കുമ്പോൾ നിങ്ങൾ ഞായറാഴ്ച സമയം കിട്ടുകയാണെങ്കിൽ സാക്ഷി പറയണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച മർക്കോസ് 5 നിറവേറി. അപ്പൊ ഞങ്ങൾക്ക് പിടി കിട്ടും. തെളിച്ച് പറയണ്ട, ഞങ്ങൾക്ക് പിടി കിട്ടും. ഇത്ര പറഞ്ഞാൽ മതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ മർക്കോസ് 5 നിറവേറി. അപ്പൊ ഞാൻ 5:5 വായിച്ചോളാം. തന്നെത്താൻ ചതച്ചു. അതെ, ഇങ്ങനെ ചൊരണ്ടിയിരിക്കുക. ഇങ്ങനെ വളരെ കഷ്ടത്തിൽ കൂടെ പോവുകയാ. ഓടിച്ചു പറയാം, പുറമെയുള്ള പരിക്കളേക്കുള്ളുപരി ഉള്ളിന്റെ ഉള്ളിൽ പരിക്കളും വടുക്കളും വ്രണങ്ങളും ഉണ്ടായി അകത്തുനിന്ന് വരുന്ന ശ്വാസത്തിന് ദുർഗന്ധം. അതാ പുസ്തകത്തിൽ വായിക്കുന്നത്. എന്റെ ശ്വാസം എന്റെ അസഖ്യവും എന്റെ യാചന എന്റെ ഉടപ്പെടുന്നവൾക്ക് അറപ്പുമായി. വഴിപോയവരെല്ലാം ഇയ്യോബിനെ പഠിക്കാൻ തുടങ്ങി. സ്നേഹിതന്മാര് ദ്വേഷിക്കുക. ഇയ്യോബിന് അനർത്ഥവും കഷ്ടമെല്ലാം വന്നപ്പോ 2-3 സ്നേഹിതന്മാരുണ്ടായിരുന്നു. 2:11. അവര് പറഞ്ഞു, നമുക്ക് അത്തറ്റം പോയി പുള്ളിയുടെ കൂടെ സഹതപിപ്പാന്ന്. 2:11. അനന്തരം തേമാന്യനായ എലീഫസ്, നയമത്തിയായ ശൂഹ്യനായ ബിൽദാദ്, നയമത്യനായ സോഫർ, 3 പേര്. അവിടെ 3. പിന്നെ എലീഹു എന്ന് പറയുന്ന വേറൊരു പുള്ളി. ലാസ്റ്റ് വന്ന് 3-4 ഹൂഹു എന്നൊക്കെ വെച്ചു. അവസാനം പുള്ളി പരുവക്കേടി പോയതായിട്ട് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആ ഭാഗം ഇപ്പം പോകുന്നില്ല. ഇവിടെ 3 പേര് വന്ന് 3 പേര്. ഈ 3 പേര് പറഞ്ഞു, സ്നേഹിതന്മാരാ. 3 പേര് പറഞ്ഞു, അയ്യോ നമ്മുടെ കൂട്ടു സഹോദരൻ ഇയ്യോബ് കഷ്ടത്തിൽ കൂടെ പോവുക. പിള്ളേരെല്ലാം ചത്തു, സമ്പത്തെല്ലാം പോയി. പുള്ളി ഇപ്പം അസുഖമൊക്കെ പിടിച്ച് ചൊരണ്ടിയിരിക്കുക. നമുക്ക് അത്തറ്റം പോയി പുള്ളിയുടെ കൂടെ 10 മിനിറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. പുള്ളിയുടെ കൂടെ സഹതപിപ്പാം. നല്ല സ്നേഹിതന്മാരാ. ഒന്നുമില്ലെങ്കിൽ ഈ കഷ്ടവും അനർത്ഥവും വന്നമ്മമാരാന്നെങ്കിലും
പറഞ്ഞല്ലോ, നമ്മുടെ സ്നേഹിതന്മാര് പലരും വരത്തില്ല. കഷ്ടമോ, ഇതുപോലെ പിള്ളേരും ചത്തു, സമ്പത്തും പോയി, ചൊറിച്ചിലും ആയിക്കൊണ്ട് ഞാൻ നമ്മുടെ സഹോദരന്മാർ എഴുതും. എന്തോ കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിയേണ്ട കാര്യമൊന്നും. ഇവരും അതൊക്കെ പിന്നെ പറഞ്ഞു. പിള്ളേര് 10 ചാകണമെങ്കിൽ എന്തേലും 1 or 2 ആണെ നമുക്ക് സഹിക്കണം. ഇത്രയും സമ്പത്ത് ഒരു വെട്ടുപാലം വന്ന കന്നാലി പോലും ഇല്ലാതായി. എന്തേലും കാണും, പുള്ളി ക്ലിയർ അല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ ആൾക്കാർ പിന്നെ എടുത്തതൊന്നും എനിക്ക് പൊതുവിലും പറയാനൊക്കത്തില്ല. എന്തെല്ലാം ഓടാലി ഒപ്പിക്കുമെന്ന് അറിയാം. എന്നാൽ ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാര് സഹതപിപ്പാൻ പ്രാർത്ഥിക്കാൻ വന്നു. പക്ഷെ അവരും ഇതൊക്കെ തന്നെ പ്രാർത്ഥിക്കാൻ വന്നവരാ. എന്റെ ഭാഷ പറഞ്ഞ പാര വെച്ചേച്ചാ പോയി. പ്രാർത്ഥിക്കാനാ വന്ന, പക്ഷെ നിങ്ങളോർക്ക് നീ പ്രാർത്ഥിക്കുന്നതെല്ലാം പ്രാർത്ഥിക്കുന്നവരാന്ന് കൂടുതലും പാരയാ. വലിയ അലവാങ്കുമായിട്ടാണ് നടക്കുന്നത്. അടുത്തിരിക്കുന്ന പുള്ളിക്ക് വെച്ച ചനങ്ങാതിരിക്കും, ഇടയ്ക്കിടയ്ക്ക് നോക്കും വെച്ച അലവാങ്ക് കേൾക്കുന്നുണ്ടോ. പ്രാർത്ഥിക്കാനാ വന്നത്, പക്ഷെ മിക്കതും പാരയാ. ഇയ്യോബിന്റെ സ്നേഹിതന്മാർ സഹതപിപ്പാൻ വന്നവർ ഇയ്യോബിനെ ദ്വേഷിക്കാൻ തുടങ്ങി, കുത്തും പറയാൻ തുടങ്ങി. നിന്റെ പിള്ളേരെല്ലാം ക്ലിയർ ആയിരുന്നെങ്കിൽ 10 ചാകുക ചോദ്യമാണ്. നീ ക്ലിയർ ആയിരുന്നെങ്കിൽ ഈ ചൊറിഞ്ഞും ചൊരണ്ടിയിരിക്കുമോ? നീ യഥാസ്ഥാനപ്പെട്ടവനായിരുന്നെങ്കിൽ ഈ സമ്പത്ത് മുഴുവൻ പോകുമോ? ഇങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്ന ഈ ആശ്വാസകന്മാരാണ്. ഇയ്യോബ് പല കാര്യം പറഞ്ഞിട്ട് ഇവർ ഉൾക്കൊള്ളുന്നില്ല, അംഗീകരിക്കുന്നില്ല. അങ്ങനെ പല കാര്യം പറഞ്ഞ് ഉൾക്കൊള്ളാതെ വന്നപ്പോൾ ഇയ്യോബ് ഇവരോട് പറഞ്ഞ ഭാഗമാണ് നമ്മൾ കുർവാക്യം വായിച്ചത്. ആ 12-ന്റെ പ്രാരംഭവാക്യം വായിച്ചേ. 12-ന്റെ പ്രാരംഭവാക്യം 12:1. ഇയ്യോബ് ഉത്തരം പറഞ്ഞത്. അപ്പൊ ഇയ്യോബ് ഉത്തരം പറയുക. അപ്പൊ പല കാര്യം പറഞ്ഞിട്ട് ഇവരേക്കുന്നില്ല. ഏക്കാലം വന്നപ്പോൾ ഇയ്യോബ് ഇവരോട് പറഞ്ഞ കാര്യമായി 7 വെട്ടും വാക്യം ഇയ്യോബ് ഉത്തരം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇവരോട് പറയുന്ന ഭാഗമാ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഉപദേശം പറഞ്ഞിട്ട് നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ടൊരു കാര്യം പറയുക, മൃഗങ്ങളോട് ചോദിക്ക്, മൃഗം നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംഭാഷിക്ക, അവ നിന്നെ ഉപദേശിക്കും. അല്ല, സമുദ്രത്തിലെ മത്സ്യം നിന്നോട് എന്ന് പറഞ്ഞാൽ ഇയ്യോബ് പറഞ്ഞതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അവൻ അറിയിച്ചിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഇനി ഒരു കാര്യം ചെയ്യും, മൃഗത്തോട് ചോദിക്കേ. തോണിക്കൂടി പറഞ്ഞിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, മൃഗത്തോട് ചോദിക്കേ. ഏലിയാസ് പറഞ്ഞിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, ഭൂമിയോട് ചോദിക്കേ. ഇന്നിപ്പം കാവാലം മാസം വന്നു, ഉൾക്കൊള്ളുന്നില്ല, പക്ഷിയോട് ചോദിക്കേ. രാജരാജൻ ഭാഷ കുറെ നാളായിട്ട് പറയുക, അംഗീകരിക്കുന്നില്ല, മൃഗത്തോട് ചോദിച്ചത്. അവൾ ഉൾക്കൊള്ളാതെ അംഗീകരിക്കാതെ വന്നപ്പോൾ ഇയ്യോബ് പറഞ്ഞ പദമാ 4 കാര്യങ്ങളായിട്ട് പറഞ്ഞത്. 1, മൃഗത്തോട് ചോദിക്കണം. 2, പക്ഷികളോട് ചോദിക്കണം. 3, ഭൂമിയോട് സംഭാഷിക്കണം. 4, മത്സ്യത്തോട് ചോദിക്കണം. ഇതെല്ലാം നിനക്ക് ഉപദേശത്തിന്. എല്ലാം ഒന്നും വിവരിച്ച് പറയാൻ നേരമില്ല. സമയം പോയി. മൃഗങ്ങളോട് ചോദിക്ക, അവ നിന്നെ ഉപദേശിക്കും. ഈ തിരുവെടുത്ത് പഠിക്കുമ്പോൾ മൃഗങ്ങൾ ഉപദേശം തരുന്ന ധാരാളം സംഭവങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. മൃഗമെല്ലാം കൂടെ സംസാരിക്കുന്നില്ലെന്നേ ഉള്ളു, പക്ഷെ മൗനമായിട്ടാണെങ്കിലും അവൻ മനുഷ്യനോട് മൃഗം സംസാരിച്ചു കൊണ്ടിരിക്കുക. അല്ല, ഒടുവിൽ മൃഗം സംസാരിക്കുന്നെന്ന് വെളിപ്പാടിലുണ്ടല്ലോ. മൃഗം സംസാരിക്കും. തെളിവൊത്തിരി ഉണ്ട്. നിഷ്കന്മക്ഷ യുഗത്തിൽ മൃഗം സംസാരിക്കുമായിരുന്നു. മൃഗം മാത്രമല്ല, പാമ്പ് സംസാരിക്കുമായിരുന്നു. തള്ളയിട്ടൊക്കെ പാമ്പല്ലേ വന്ന് പറഞ്ഞേ, ഇല്ലേ? പാപ്പച്ചനാണോ? പാമ്പല്ലേ മേ വന്ന് പറഞ്ഞേ. നല്ല പാമ്പിന്റെ ഫോൺ നമ്പരും എല്ലാം മേടിച്ചിടയ്ക്ക് മിസ്കോളും വിട്ട് പാമ്പ് ഇങ്ങനൊരു പടവും അമ്മാമ്മയ്ക്ക് അയച്ചു. കഴിഞ്ഞ് വിളിക്കാം. അതാ പാമ്പ് സ്ത്രീയോട് പാമ്പ് അങ്ങനല്ലേ എഴുതിയേക്കണേ, പാമ്പ് സംസാരിക്കും. ഉദാഹരണം,
പാപം ചെയ്തപ്പോഴായി സംസാരശേഷി നഷ്ടപ്പെട്ടത്. ഭൂമിയിൽ പാപം പ്രവേശിച്ചപ്പോൾ മൃഗത്തിന്റെ മനുഷ്യന്റെ സംസാരശേഷി അത്ര നല്ലതല്ലല്ലോ. ആണോ? ചിലര് അനാവശ്യം കൂട്ടിയ വർത്താനം പറയുള്ളൂ. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, എന്ത് ചോദിച്ചാലും അതിന്റെ മുന്നോ പിന്നെ എന്തെങ്കിലും ചേർക്കുന്നത് എനിക്കിപ്പം മൈക്കിൽ കൂടെ പറയാനൊക്കത്തില്ല, മറന്നിട്ടല്ല, അറിയാം. ഇപ്പോഴും പുള്ളിയോട് എന്തെങ്കിലും ചോദിച്ചാൽ പുള്ളി അത് എന്തേലും മുന്നോ പുറകോ എന്തേലും പുള്ളിക്ക് ചേർക്കണം. എന്തേലും സംസാരം നല്ലതല്ല. അങ്ങനെ നമ്മുടെ ഇടയിലും ഉണ്ട് ആൾക്കാർ. ഉണ്ട്. പാപം ചെയ്യുന്നതിന് മുമ്പ് സംസാരിക്കുമായിരുന്നു. പാപം ചെയ്ത് കഴിഞ്ഞപ്പം ചിലരുടെ സംസാരശേഷിയും പോയി. ചിലക്ക് സംസാരിക്കാൻ അറിയത്തുമില്ല, ചിലതിപ്പം മിണ്ടുന്നുമില്ല. ഇല്ല. ഉദാഹരണം, നമ്മള് വീട്ടിൽ വളർത്തുന്ന കന്നാലി അങ്ങോട്ട് അമ്മ ഇറങ്ങുമ്പം അമ്മ പറ വരുന്നടി, അമ്മയ്ക്കും അറിയാം എന്നമ്മേന്നാ വിളിച്ചത്. പിന്നെ എന്നമ്മേന്നാ മാ. അപ്പൊ അന്നമ്മയ്ക്ക് അറിയാം എന്നെയാ വിളിച്ചത്. അതാ അന്നം പറഞ്ഞ വരുന്നടി. വീട്ടിൽ വളർത്തുന്ന പാട്ടി ബാബു എന്നായി വിളിക്കുന്നത്. ബാബു പിന്നെ പോയിട്ട് വരാടാ. പിന്നെ പുള്ളിക്ക് മനസ്സിലായി. ഈ മൃഗം സംസാരിക്കും. അങ്ങനെയെങ്കിൽ മൃഗങ്ങൾ നമ്മളെ ഉപദേശിക്കും. ഈ പുസ്തകം പഠിച്ചാൽ അങ്ങനെ ഉപദേശമുണ്ട്. ഉപദേശമാര് പറഞ്ഞിട്ട് അംഗീകരിക്കുന്നില്ല, ആരും കേൾക്കുന്നുമില്ല. അതുകൊണ്ട് യോ പറയുക, മൃഗത്തോട് ചോദിക്കാം, അവൻ നിന്നെ ഉപദേശിക്കും. 7-ാം വാക്യം. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. ഈ പുസ്തകം പഠിക്കുമ്പോൾ മൃഗം ഉപദേശം തരുന്ന നിരവധി സംഭവങ്ങളുണ്ട്. എടുത്തു വായിപ്പിക്കുന്നില്ല, ഓടിച്ചെന്ന് പറയാ. ഒന്നാമത് തരുന്ന ഉപദേശം, ആമൻ സ്തോത്രം, ആമൻ സകലത്തിന്റെ മേലും മൃഗത്തിന്റെ മേലും മനുഷ്യന് അധികാരമുണ്ടായിരുന്നെന്ന. ആമേൻ സൃഷ്ടികർമ്മമെല്ലാം കൊണ്ട് നടത്തി ഒടുവിൽ സർവജ്ഞനായ ദൈവം തമ്പുരാൻ ആദാമിന്റെ മുൻപിൽ സകല ജീവജാലങ്ങളെയും മൃഗങ്ങളെയും വരുത്തി. ആദാം അവയ്ക്കിട്ടത് അവയ്ക്ക് പേരായി എന്ന് പറഞ്ഞാൽ സകല മൃഗവും തന്റെ മുന്നിൽ കൂടെ കടന്നു പോകുന്നത്. ഈ മൃഗത്തോട് ചോദിച്ച മൃഗം പറയും, ആമേൻ ആദാം എന്ന് പറയുന്ന വ്യക്തി ആമേൻ സ്വന്തം സകലത്തിന്റെ മേലും അധികാരമുള്ളവനാ എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് കൂടെ നടന്നാൽ, ദൈവത്തോട് ചേർന്നിരുന്നാൽ, ദൈവത്തോട് പറ്റി നിന്നാൽ, ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ സകലതും നിനക്ക് കീഴാകും. ഇതാണ് ഈ മൃഗം തരുന്ന ഉപദേശം. ഉൽപ്പത്തി തരുന്നത് സകല മൃഗങ്ങൾ, ആനയും കടുവായും പുലിയും കരടി സകല കാട്ടുപോത്തും തരുന്ന ഉപദേശം എന്നാന്നറിയാമോ? അവൻ ഈ ആദാം ദൈവത്തോട് കൂടെ നടക്കുക, ദൈവ സംസർഗത്തില്ല, പാപം ചെയ്തിട്ടില്ല, പാപം പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മൃഗം പറയും, പാപം ചെയ്യാതെ ദൈവത്തോട് കൂടെ നടന്നാൽ അവൻ ഞങ്ങളെല്ലാം നിങ്ങൾക്ക് കീഴ്പ്പെടും. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാ, അവൻ സകല പാപത്തിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകണം. പാപത്തിന് പരിഹാരം ഒരേ ഒരു മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കുന്നവയെ ശുദ്ധീകരിക്കും. അവൻ യേശുവിന്റെ രക്തത്തിന് പാപം പരിഹരിക്കുവാൻ കഴിവുണ്ട്. അത് പുണ്യാക രക്തമാണ്, വിലയേറിയ രക്തമാണ്, നിർമ്മല രക്തമാണ്, സംസാരിക്കുന്ന രക്തമാണ്, വിലപ്പെട്ട രക്തമാണ്, പാപം മോചിക്കുന്ന രക്തം. ഇന്ന് രാത്രി ആ രക്തത്താൽ പാപമോചനം പ്രാപിക്കട്ടെ. മൃഗങ്ങളോട് ചോദിക്ക, അവ നിന്നെ ഉപദേശിക്കും. ഓടിച്ചു പറയാ. ബിലിയാമിന്റെ കഴുത, ചരിത്രമൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. അപ്പോൾ യഹോവ കഴുതയുടെ വായു തുറന്നു. അത് ബിലിയാമിനോട്, നീ എന്നെ 3 വട്ടം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു? കഴുത തരുന്ന ഉപദേശം ഇതാ, അവൻ ദ്രവ്യാഗ്രഹം അകത്ത് കയറിയാൽ ദർശനം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും അതാ കഴുത തരുന്ന ഉപദേശം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭൗതിക നന്മ നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിന്റെ കുശാഗ്ര ബുദ്ധിയും തട്ടിപ്പും വെട്ടിപ്പും കാണിക്കരുത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ആവശ്യമാണ്. അതൊക്കെ തരാൻ ദൈവം വിശ്വസ്തനുമാണ്. സൂത്രത്തിൽ തന്ത്രത്തിൽ കൗശല ബുദ്ധിയിൽ ഒന്നും സമ്പാദിക്കരുത്. സ്തോത്രം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ്. ഇതാ ബിലിയാമിന്റെ കഴുത തരുന്നു എന്ന് പറഞ്ഞാൽ, അവന് കാശിനോടുള്ള ആർത്ത് കയറിയാൽ ദൈവീക ദർശനവും കൃപയെല്ലാം നഷ്ടപ്പെടുമെന്ന്. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അടിക്കേണ്ടിടത്തല്ല അടിക്കുന്നത്, പോകേണ്ട വഴിയല്ല പോകുന്നത്. കാരണം ബിലിയാമിനെ പറ്റി പുതിയ നിയമത്തിൽ വായിക്കുന്നത്, അവൻ കൂലി കൊതിച്ച ബിലിയാമെന്ന. അകത്ത് മുഴുവൻ കൂലിയിരിക്കുക, അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധിയ. ഈ മൃഗം തരുന്ന ഉപദേശം, അവൻ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലകാരണമാണ്.
അതിലെ പുള്ളിയുടെ കാല് പിടിച്ച് കാല് ഞെക്കിയത്, ദൂതനെ കണ്ടത്, ആകെ പ്രശ്നമായത്. ഒടുവിൽ ചത്തത് എങ്ങനെ? പുള്ളി പറഞ്ഞു, ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കാൻ. ഭക്തൻ മരിക്കുമ്പോഴാണോ മരിച്ചത്? അയ്യോ, യുദ്ധം അങ്ങോട്ട് നടന്ന് ഇവനെ വെട്ടിക്കൊന്ന് പരിവക്കേടായി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ഇന്ന് രാത്രി മൃഗങ്ങളോട് ചോദിക്ക്, അവൻ നിന്നെ ഉപദേശിക്കും. ഓടിച്ചു പറയാം. പ്രവാചകൻ ഒരിക്കൽ നടന്നു വരിക. പ്രവാചകൻ അന്നേരം യൂത്ത് കുറെ ഉണ്ട്. യൂത്ത് പിള്ളേരെല്ലാം കൂടെ പുള്ളിയെ കളിയാക്കി. മൊട്ടത്തലയാ കയറി വായിപ്പിക്കുന്നില്ല, അറിയാമല്ലോ, മൊട്ടത്തലയാ. അപ്പൊ എന്റെ പുള്ളി മുടി വളർത്തിയ ഉപദേശിയല്ല. അങ്ങനത്തെ ഉപദേശിമാരും ഉണ്ട്. എന്റെ പാട്ടുന്നിട പറഞ്ഞ അങ്ങനെയുള്ളവർ. ഇന്നാളെ റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് വരുന്നത്. ഇവര് പിന്നെ മര്യാദയ്ക്ക് മുടിയൊക്കെ വിട്ട് യോഗ്യമായിട്ടിരിക്കുന്നു, അഭിനന്ദിക്കുന്നു. വളർത്തിക്കോ, പക്ഷെ ഒരു ആത്മീക ശുശ്രൂഷയിൽ വേണ്ട. നമ്മുടെ ശുശ്രൂഷ ആത്മീക ശുശ്രൂഷകളാണ്. ഇതിനകത്ത് വരുമ്പോൾ യോഗ്യമായിരിക്കണം. മുടി വളർത്തരുതെന്നോ അതൊന്നും പിടുത്ത വിഷയമല്ല. ശുശ്രൂഷയ്ക്ക്, സ്റ്റേജയില്, ആരാധനയ്ക്ക് ഒക്കെ വരുമ്പോ യോഗ്യമായിരിക്കണം. അപ്പൊ ഇതൊന്നും തീർത്ത് പറയാൻ ഒന്നും മിണ്ടാനൊക്കെ അയ്യോ വല്ലാത്ത കാലമാണ്. മിണ്ടിയ അന്നേരം തന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് മാഷന്മാരും വളരെ പേടിച്ചൊക്കെയാണ് ജീവിക്കുന്നത്. എനിക്ക് പിന്നെ ഇതൊന്നും വിഷയമല്ല. ഇനി എന്നാ വിഷയം ഉണ്ടാകാനാണ്? പണ്ടൊരുത്തൻ തന്നെ വന്ന് തല തെറിച്ച് പോയപ്പോൾ പെമ്പള വന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇതിലും വലുത് ഏതാണ്ട്, ഇതിലും വലുത് തലയില്ല, ഇതിലും വലുത് എന്നാ വരാനാ? ഒരു കാര്യം പറയാം, നമ്മുടെ വിഷയത്തിൽ വരാം. മൊട്ടത്തലയാ കേറി വരാൻ. കളിയാക്കുക, പരിഹസിക്കുക, ഉപദേശിയെ കളിയാക്കുക, പരിഹസിക്കുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. ഉപദേശിയെ പരിഹസിക്കുക, മൊട്ടത്തലയാ കേറി വരാൻ. ഉപദേശിമാരെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ആക്ഷേപിച്ചവരൊക്കെ ഒന്നെങ്കിൽ മാനസാന്തരപ്പെടും, ഇല്ലേ മേടിച്ചു കിട്ടും. പരമാർത്ഥ മനസ്സോടെ ജീവിക്കുന്നവനെ, വിശ്വസ്തയോടെ ജീവിക്കുന്നവനെ നീ ഞോണ്ടാൻ പോയാൽ വിവരം അറിയും. അതുപോലൊരു സംഭവം ഇവിടെ. മൊട്ടത്തലയാ കേറി വരാൻ. പുള്ളി ഉടനെ മൊട്ടത്തലയാ തിരിഞ്ഞൊന്ന് നോക്കിയപ്പോൾ അവിടുത്തെ വാക്യം, കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്നത്. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്ന് അവരിൽ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. ഹോശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നത് ഹൃദയത്തിന്റെ നെയ്വല കീറുവന്ന. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ പുസ്തകം മടക്കാൻ കൂടത്തില്ല, കാരണം അങ്ങനെ അതിൽ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ ഏൽപ്പിച്ചത്, അതുകൊണ്ട് ഇനി വായിപ്പിക്കുന്നില്ല. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്നു. അവരിൽ അപ്പൊ കുറച്ചേറെ പിള്ളേരുണ്ടായിരുന്നു. കിട്ടിയതാണ് 42. ഒരു പെൺകരടിക്ക് 21 വെച്ച്. കരടിയും പറഞ്ഞാണ് നല്ല കോളായിരുന്നു. ഈ കരടിയോട് ചോദിച്ചാൽ കരടി പറയും, എടാ കൊച്ചുങ്ങളെ, എല്ലാരെയും നിന്നിച്ച് കളിയാക്കുന്നത് പോലെ അഭിഷത്തിന്റെ നേരെ നീ കൊമ്പ് കൊടുക്കണം. എല്ലാരെയും ഞോണ്ടുന്നത് പോലെ, എല്ലാരെയും തൊടുന്നത് പോലെ, എല്ലാരെയും കയറി ഉപദ്രവിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന, ജീവിക്കുന്ന, ആരാധിക്കുന്ന ദൈവഭക്തന്മാരെ തൊട്ടാൽ നീ വിവരം അറിയും. നമ്മൾ തിരിച്ചടിക്കത്തില്ല, അത് നമ്മുടെ മാർഗവുമല്ല. ഒന്നും പറയത്തില്ല. നമ്മളെയൊക്കെ തല്ലിയാൻ നിന്ന് കൊള്ളുകല്ലാതെ, എന്നെ അന്നെ തല്ലിയാ ഒറ്റയടിക്കാൻ താഴെ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഒരു കൽപ്പും കടയൊന്നുമില്ല. അല്ലാതെ തല്ലി നോക്കും, ഒറ്റയടിക്ക് താഴെ പക്ഷെ പിന്നെ ഒരടിക്കൊക്കെ കൊടുക്കുമായിരിക്കും. ആദ്യത്തടിക്ക് താഴെ നിന്ന് കൊള്ളാനൊക്കത്തില്ല, താഴെ കിടന്ന് കൊള്ളുകല്ലാതെ. അതല്ലേ അനേക ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, ജനത എതിർക്കുന്നില്ല. തല്ലാനാകമില്ലായിട്ടാണ്. നമ്മുടെ മാർഗം ഇതല്ലല്ലോ. സ്തോത്രം. അനാവശ്യം നമ്മളെ പറയുന്നു. നാളൊരു തള്ള എന്നോട് പറഞ്ഞു, എൻ്റെ നല്ല ഫസ്റ്റ് ക്ലാസ് ജീവിതം ഇരിപ്പുണ്ട് എന്നോട്. പക്ഷെ ഞാൻ പറയത്തില്ല, എന്നോട് പറഞ്ഞതാ. എൻ്റെ നല്ല അമ്മയുടെ ഭാഷ ഫസ്റ്റ് ക്ലാസ്. ഞാൻ ഒന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞതിനെ തള്ള പറഞ്ഞ. നമ്മുടെ മാർഗം തിരിച്ചു പറയുന്നതല്ലല്ലോ, തിരിച്ച് പ്രതികരിക്കുന്നതുമല്ല. നമുക്ക് ഒറ്റ മാർഗമുള്ളൂ, മുട്ടയിലിരിക്കും, പ്രാർത്ഥന. സ്തോത്രം. അവരെന്നോട് ചെയ്യുന്നതല്ല എനിക്ക് പ്രാർത്ഥനയുള്ളെന്നാ ഭക്തൻ എഴുതിയേക്കുന്നത്. ഏതായാലും ഒരു കാര്യം പറഞ്ഞാൽ, മൃഗം ഈ കരടിക്കുട്ടന്മാര് പറയും, ആമേൻ, എല്ലാ
എല്ലാവരെയും തൊടുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവനെ തൊടരുത്. നിന്നെ കീറിക്കളയും, ദൈവം നിന്നെ കീറിക്കളയുമെന്ന്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് പറയാം, പ്രശ്നങ്ങൾ വരുമ്പോൾ, പോരാട്ടം വരുമ്പോൾ, എതിരുകൾ വരുമ്പോൾ, നിനക്കെതിരെ പീഡകൾ അടിച്ചുവിടുമ്പോൾ നിരാശപ്പെടരുത്, തകർന്നു പോകരുത്, തളരരുത്. മുട്ടയിലിരുന്ന് പ്രാർത്ഥനയിൽ പോരാടണം. എന്തിനാണെന്നറിയാമോ? അങ്ങനെയുള്ളവർക്ക് ദൈവം മാനസാന്തരം കൊടുക്കാൻ. അവര് നശിച്ചു പോകാനല്ല, അവര് തകർന്നു പോകാനല്ല, ദൈവം അവർക്ക് മാനസാന്തരം കൊടുക്കണം. നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം അവരും അനുഭവിക്കണം. നമ്മുടെ സന്തോഷം അങ്ങനെ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം തന്നിരിക്കുക. ആ സന്തോഷവും അവരും അനുഭവിക്കണം. മൃഗങ്ങളോട് ചോദിക്കുക, അവൻ നിന്നെ ഉപദേശിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മൃഗം പറയും, പാപം ചെയ്യാതിരുന്നാൽ സകലതും അനുസരിക്കും. ബിലിയാമിന്റെ കഴുത പറയും, ആമന് സ്തോത്രം, ആമൻ ദ്രവ്യാഗ്രഹം അകത്ത് കുമിഞ്ഞു കയറിയാൽ നിന്റെ ദർശനം നഷ്ടപ്പെട്ട് നീ അപ്പിച്ചു പോകും, ഭക്തം മരിക്കും പോലെ മരിക്കുകയില്ല. 3, ഈ കരടിക്കുട്ടന്മാര് പറയും, എല്ലാവരെയും കളിയാക്കുന്നത് പോലെ, പരിഹസിക്കുന്നത് പോലെ അഭിഷിക്തനെ തുടരുത്. സ്തോത്രം, സ്തോത്രം. അങ്ങനെയൊക്കെ പെന്തിക്കോസുകാരെ അടച്ച് ആക്ഷേപിച്ച് കളിയാക്കിയവരെ അറിയാമല്ലോ, മേടിച്ച് കെട്ടിയതൊക്കെ ഞാൻ പറയണ്ടല്ലോ, അറിയാമല്ലോ. ദൈവത്തിന് മഹത്വം. ദാനിയേൽ പ്രവചനത്തിൽ രാജാവിനോട് പ്രാർത്ഥിക്കാത്ത വിഷയം നിമിത്തം സിംഹത്തിന്റെ ഗുഹയിലിട്ടു. രാജാവിന് ഉറക്കം വന്നില്ല. വിസ്തരിക്കേണ്ട നിങ്ങൾക്കറിയാം. അധികാലത്ത് രാജാവ് ഗുഹാമുഖത്ത് വന്ന് ചോദിക്കുക, അത്ഭുതത്തോടെ ചോദിക്കുക, ഇവനുള്ള ദൈവത്തിന്റെ ദാസനാകുന്നത് ദാനിയേലേ, ഇതിനകത്തെങ്ങാനും ഉണ്ടോടാന്ന്. ദാനിയേൽ കരക്കോട്ട് കയറി കൈയടിച്ചേച്ച് പറഞ്ഞ്, രാജാവിന് ദീർഘായുസ് ഉണ്ടാകട്ടെ. അടുത്ത പറ നിങ്ങൾക്കെല്ലാം മനപ്പാടമ, രാജാവേ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം ആമേൻ തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായെ അടച്ചു കളഞ്ഞെന്ന. ഹല്ലേലൂയ. ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. ഈ സിംഹത്തോട് ചോദിക്കാൻ സിംഹം പറയും, ആമൻ ഇവിടെ അനേകർ ഈ ഗുഹയ്ക്കകത്ത് വന്നിട്ടുണ്ട്, ഒരെണ്ണത്തിനെ ഞങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. വരുന്നതിന് മുന്നേ ആടിപ്പിടിച്ച് അവൻ കീറി പറിച്ച് അടിച്ച് ശരിയാക്കുന്ന ഒറ്റയടി വരുമ്പളെ അടിയല്ലേ, അടിച്ച് താഴെ കിട്ട് പറിച്ച് പിച്ച് ചിന്തി കീറിക്കളയും. പക്ഷേ ഇന്നലെ രാത്രി ഒരുത്തം വന്നു. എല്ലാ പ്രാവശ്യവും വരുന്നത് പോലെ അല്ല ഇന്നലെ രാത്രി വന്നവൻ ആരാന്നറിയാമോ? അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാ, അവൻ വിശുദ്ധിയോടെ ജീവിക്കുന്നവനാ, അവൻ പ്രമാണം കാക്കുന്നവനാ, അവൻ ദൈവവചനം ധ്യാനിക്കുന്നവനാ, അവൻ പ്രമാണത്തിൽ നിൽക്കുന്നവനാ, ഉപരി അവൻ പതിവ് തെറ്റാതെ പ്രാർത്ഥിക്കുന്നവനാ. അവനെ തൊടാമ്പോൾ അനുവദിച്ചില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ അവനെ ഉപദ്രവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അഥവാ എന്തേലും വരുന്നുണ്ടെങ്കിൽ ദൈവം അനുവദിച്ചിട്ടാ. പ്രൈസ് ദി ലോർഡ്. ഈ ഗുഹയ്ക്കകത്ത് കിടക്കുന്ന സിംഹം പറയും, എല്ലാവരെയും തൊടുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. മൃഗങ്ങളോട് ചോദിക്ക്, അവൻ നിന്നെ ഉപദേശിക്കും. ഞാൻ വിശദീകരിക്കാൻ അങ്ങ് പോയിന്റ് പറഞ്ഞു പോവുകയാണ്, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. ആ കർത്താവിന്റെ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യണം. ദൈവത്തിന്റെ ഭാഗത്ത് ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത കഴുതയെയും കഴുതയുടെ കുട്ടിയെയും കാണും. അതിനെയും അഴിച്ചോട്ട് വരണം. ആര് പറയണം? ഗുരുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ അധികം വിവരിക്കുന്നില്ല. ശിഷ്യന്മാരെ പറഞ്ഞതുപോലെ ചെന്ന് കഴുതയെ അഴിച്ച് യേശുവിന്റെ അടുക്ക കൊണ്ടുവന്ന് വസ്ത്രം അതിന്റെ മുകളിലിട്ട് നമ്മുടെ കർത്താവ് ആ കഴുതയുടെ മുകളിൽ വാഹനമേറി പോകുക. അത് പ്രവചനം നിവൃത്തിയാകുന്നതാണ്. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാം. ദൈവത്തിന് സിയോൻ പുത്രിയെ, നിന്റെ രാജാവ് സൗമ്യനായിട്ട് കഴുതപ്പുറത്ത് വരുന്ന ആ പുസ്തകത്തിന്റെ വാക്യം. അങ്ങനെ യെരൂശലേമിലേക്ക് യേശു കഴുതയുടെ മുകളിൽ. അപ്പോൾ സകല മനുഷ്യരും വൃക്ഷത്തിന്റെ കൊമ്പുകളും കുരുത്തോലകളും വിലയേറിയ വസ്ത്രങ്ങളും എല്ലാം ഈ രാജപാതയിൽ അല്ലെങ്കിൽ പോയ വഴിയിൽ ഇങ്ങനെ വിരിച്ചു. കഴുത ഇതിന്റെ പുറത്തൂടെ കയറി സഞ്ചരിക്കുക. ആമേൻ. എല്ലാവരും തൊഴുന്നു, വീശുന്നു, ഹോശാന പാടുന്നു. ആമേൻ. എല്ലാവരും കൈ വീശുന്നു, ഹോശാന പാടുന്നു. ഈ കഴുതയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആരും കാണാതെ, ആരും ഗവനിക്കാതെ, എല്ലാവരും തള്ളപ്പെട്ട് ഏതോ ഒരു വീട്ടിൽ ഏതോ ഒരു കുറ്റി കെട്ടപ്പെട്ട് കിടന്ന് ഞാന് ഇപ്പൊ തന്നെ ആൾക്കാർ എന്നെ കൈ കാണിക്കുന്നു, വീശുന്നു. വിലയേറിയ വസ്ത്രം, അലമാരിക്കകത്ത് വെച്ച വസ്ത്രം വരെ കൊണ്ടുവരുന്നത്. ആമൻ. എല്ലാം കൊണ്ടിടുന്നു, കുരുത്തോല കൊണ്ടിടുന്നു, വൃക്ഷത്തിന്റെ ഇല വെട്ടിയിടുന്നു. അയ്യോ, ഞാൻ ഇതിന്റെ മുകളിൽ കൂടെ യാത്ര ചെയ്യുകയാ. എങ്ങോട്ട്? യെരൂശലേം പള്ളിയിലോട്ട്. അയ്യോ, പണ്ടാന്നെ പള്ളിയുടെ അയലത്ത് ചെല്ലാനൊക്കത്തില്ല. കാരണം ഞങ്ങളുടെ കഴുത്ത് പിടിച്ച് ക്ലിക്ക് എന്നൊരു ശബ്ദം കേൾക്കാം. ഓടിക്കുക. അതാ കയറി കഴുതേനെ പടലിക്ക് പിടിച്ചോടിക്കാനാ.
എന്നെ യാഗം കഴിക്കാൻ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാനൊക്കത്തില്ല. പക്ഷെ ഇപ്പൊ തേണ്ട യേശു ഞങ്ങളുടെ മുകളിൽ വന്നത് കൊണ്ട്, യേശുവിന് ഇരിക്കാൻ ഇടം കൊടുത്തത് കൊണ്ട്, യേശു ഞങ്ങളുടെ മുതുകിൽ ഇരിക്കുന്നത് കൊണ്ട് എല്ലാവരും ഞങ്ങളെ ബഹുമാനിക്കുക. ഈ കഴുതയോട് ചോദിച്ചാൽ കഴുത പറയും, യേശുവിന് ഇരിക്കുവാൻ, യേശുവിന് യാത്ര ചെയ്യുവാൻ, യേശുവിന് വസിക്കുവാൻ നിന്റെയും നിന്റെ കുടുംബത്തെയും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നീ അവൻ ചിന്തിക്കാത്ത വിധങ്ങളിൽ കൂടി, ഉദ്ദേശിക്കാത്ത വഴികളിൽ കൂടി ദൈവം നിന്നെ നടത്തും, ദൈവം നിന്നെ ഉയർത്തും. അതനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മുടെ കഴിവ് കൊണ്ടോ ഗുണഗണങ്ങൾ കൊണ്ടോ മാന്യത കൊണ്ടല്ല, യേശു നമ്മളിൽ വന്നത് കൊണ്ടാ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഞാൻ എപ്പോഴും പറയും, ആരേലും 10 രൂപ തരുന്നെങ്കിൽ, പച്ചവെള്ളം തരുന്നെങ്കിൽ, ചെല്ലുമ്പോ ഒരു കസേര ഇരിക്കാൻ തരുന്നെങ്കിൽ, വണ്ടിയെ കയറ്റുന്നെങ്കിൽ, യാത്ര ചെയ്യാൻ അനുവദിക്കുന്നെങ്കിൽ, കൈ തരുന്നെങ്കിൽ, മാന്യമായിട്ട് ഇടപെടുന്നെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം തരുന്നെങ്കിൽ, നമ്മുടെ കഴിവ് കൊണ്ടോ കുടുംബശ്രേഷ്ഠത കൊണ്ടോ വിദ്യാഭ്യാസത്തിന്റെ മിടുക്ക് കൊണ്ടോ അവൻ ശരീരത്തിന്റെ മെച്ചം കൊണ്ടോ കായബലം കൊണ്ടല്ല, യേശു നമ്മളിലുള്ളത് കൊണ്ടാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദേശക്കാരോട്, സമീപവാസികളോടും, പ്രിയപ്പെട്ടവരോടും കൂടപ്പെട്ടവരോടും അറിയിപ്പാനുള്ളത്, നീ യേശുവിനിരിക്കാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. യേശുവിന് നിന്റെ ഹൃദയം കൊടുക്ക്. യേശുവിന് നിന്റെ ഭവനം തുറന്നു കൊടുക്ക്. കർത്താവിന്റെ വേലയ്ക്ക് നിന്നെയും നിന്റെ കുടുംബത്തെ ഏൽപ്പിക്ക്. ദൈവം ഈ ദേശത്ത് ദൈവം നിന്നെ ഉയർത്തും. മൃഗങ്ങളോട് ചോദിക്കാ, അവ നിന്നെ ഉപദേശിക്കും. സമയം എന്തുവായി? 10 നിർത്തുക. 10 മിനിറ്റ് പെട്ടെന്ന് പറയും. മൃഗം ചോദിക്ക, അവ നിന്നെ ഉപദേശിക്കും. അടുത്തതോടെ വായിച്ചു, അതോടെ ഉള്ളത് അതിനെ നേരെ ഉള്ളവായിരുന്നു. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം, അവ പറഞ്ഞു തരും. കണ്ടോ, അവ പറഞ്ഞു തരും. പക്ഷി ഉപദേശം തരും. വേറെ പുസ്തകം പഠിച്ച പക്ഷികൾ ഉപദേശം തരും. ആദ്യത്തെ ഉപദേശം തരുന്നത് പക്ഷികളല്ല, പെട്ടകത്തിനകത്ത്. പക്ഷിയും മൃഗങ്ങളും എല്ലാം ഉണ്ട്. മൃഗത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി അത് എടുക്കുന്നില്ല, പക്ഷിയെ എടുക്കാം. പെട്ടകത്തിൽ, നോഹയുടെ പെട്ടകത്തിൽ സകല പക്ഷികളും ഉണ്ട്. പറവജാതികൾ, ശുദ്ധിയുള്ളതും എല്ലാം ഉണ്ട്. ഗരുഡനുമുണ്ട്, കുയിലുമുണ്ട്, പരുതുമുണ്ട്, കോഴിക്കുഞ്ഞു, പുള്ളുമുണ്ട്, താറാകുഞ്ഞു. അപ്പൊ പുള്ളും കുരുവിക്കുഞ്ഞും പരുന്തും കോഴിക്കുഞ്ഞും മാടത്തെ എല്ലാം പെട്ടകത്തിനകത്ത്. ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന ഈ പക്ഷികൾ തരുന്ന ഉപദേശം എന്നാന്നറിയാമോ? ഞങ്ങളെല്ലാം മാനസാന്തരം. പരുന്ത് കോഴിക്കുഞ്ഞിനെ നോക്കി പറയാം, പിന്നെ കോഴിക്കുഞ്ഞു പരുന്തിന് തന്നു പൈസ. ഉടനെ പുള്ള് കോഴിയെ നോക്കി, കോഴി മരുന്ന് പറഞ്ഞു, കോഴിക്കുഞ്ഞോട് ചോദിച്ചോ കിടപ്പുണ്ട് ഇതിനകത്ത്, നമുക്ക് സ്തോത്രം. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, പട്ടണത്തിനകത്ത് കാര്യമാണ്. ഞാൻ പിന്നെ അവസരം തരാം. ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന ഉപദേശം, നീ ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് കയറിയാൽ വൈരാഗ്യമോ വഞ്ചനയോ ചതിവോ തമ്മിത്തല്ലോ കൊലപാതകമോ അക്രമമോ അനീതിയോ തൊടുത്തുകുത്തോ പാച്ചിലോ കൂത്തോ ഇതൊന്നും ഉണ്ടാകുകയല്ല. യേശു ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് നീ കയറി ഇരുന്നാൽ യാതൊരു പ്രശ്നമില്ല. വെളിയിലായിരുന്നേലോ കോഴിയും കുഞ്ഞുങ്ങളും കുത്തിച്ചെന്നിറക്കിക്കുക പരുന്ന്. അന്നേരം പെട്ടകത്തിന് വെളിയിലാന്നേലോ. പണ്ട് അമ്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ കോഴിക്ക് അടവെക്കും, താറാമുട്ടയും കോഴിക്കാ വെക്കുന്നേ. കോഴിമുട്ട 21 ദിവസം 22 ആകുമ്പോ കൊത്തിച്ചിറങ്ങും. താറാമുട്ടയ്ക്ക് 28. താറാമുട്ടയ്ക്ക് 28 കെട്ടുകയല്ല, 28 ദിവസം. കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തിച്ചിറക്കുമ്പോ അമ്മ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കൊത്തിച്ചിറക്കി കഴിയുമ്പം ഈ നെടിയരി ആന്നേ പൊടിയരി ആക്കി ചെറുതായിട്ട് കല്ലേ വെച്ച് ഒതുക്കി അതൊക്കെ ഇട്ട് കൊടുക്കും. അത് ഞങ്ങളോട് പറയാം, നോക്കിക്കോണം ഇത് വടിയൊക്കെ തരും. നമ്മളിങ്ങനെ നോക്കുമ്പോ മേളിൽ കൂടി ഇങ്ങനെ നടക്കുന്ന കാണാം. കണ്ണ് തെറ്റിയ റാഞ്ചു. ഏതാ? വെളിയിലായതുകൊണ്ട് ആ റാഞ്ചുന്ന പരുന്തും ഈ അതാ പെട്ടകത്തിന്റെ വിശേഷത. ഈ പെട്ടകം ക്രിസ്തുവാകുന്ന പെട്ടകം. ഇതിനകത്ത് കയറിയാൽ നിനക്ക് രക്ഷയാ.
പെട്ടകത്തിനകത്ത് ഞാൻ പറയാറുണ്ട്, പെട്ടകത്തിന്റെ പുറത്ത് ന്യായവതി. ഏതാ? ജലപ്രളയം. പെട്ടകത്തിനകത്തോ രക്ഷ. എന്റെ ഭാഷ പറഞ്ഞ രക്ഷയും ന്യായവതിയായിട്ട് ഒത്തിരി ദൂരമൊന്നുമില്ല. 5 പലകയുടെ വ്യത്യാസം. എന്റെ ഭാഷയാ. പലകയ്ക്കകത്ത് രക്ഷ, പലകയുടെ പുറത്ത് ന്യായവതി. ഇന്ന് രാത്രി രക്ഷയാകുന്ന പെട്ടകത്തിനകത്ത് നീ കയറിക്കോണം. ഇതിനകത്ത് കയറിയാൽ നിനക്ക് സുഖമാണ്. ഇതിനകത്ത് നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ദീർഘദിവസങ്ങളിൽ വെള്ളം പൊങ്ങിയെങ്കിലും ഇതിനകത്ത് കയറിയ ഒരെണ്ണം ചത്തില്ല. പുറത്തിരുന്ന സകലതും ചത്തു. ഇതിനകത്തിരുന്നതിനെല്ലാം സുരക്ഷിതത്വമുണ്ട്. ഈ പക്ഷികളോട് ചോദിച്ചാൽ പക്ഷി പറയും, അയ്യോ വെളിയിൽ ഇരിക്കുകയായിരുന്നേ ഒരു സുരക്ഷിതത്വമില്ല, പരുന്ത് ഞങ്ങളെ എന്നേ അടിച്ചു മാറ്റിയാണ്. എന്നാൽ ഈ പെട്ടകത്തിനായതുകൊണ്ട് പരുന്ത് ഞാനും അടുത്തടുത്ത സീറ്റിലായിരിക്കുന്ന ഇത്രയും ദിവസം ഇരുന്നിട്ട് യാതൊരു കുഴപ്പവുമില്ല. പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. ഇനി പുസ്തകത്തിലില്ലെങ്കിൽ ഒരു 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 ചിന്ത പറയാം. ഞാൻ മുമ്പേ പറഞ്ഞില്ല, അമ്മ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തിച്ചിറക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പൊടിയരി ഒന്നുകൂടെ കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കും. ഇത് ഇറങ്ങി വരുമ്പോഴേ ഈ പച്ചമഞ്ഞൾ കല്ലേ വെച്ച് അരച്ച് വെള്ളത്തിൽ കലക്കും. കലക്കി വെച്ചാൽ വെള്ളവും കൊണ്ടും ഒരു പാത്രത്തിൽ വെള്ളവും മഞ്ഞൾ കലക്കിയ വെള്ളം ഇപ്പറ ചെറിയ പൊടിയരി. ഇപ്പൊ കോഴിക്കുഞ്ഞുങ്ങള് അങ്ങോട്ട് വന്ന് ചില മുട്ട വിരിഞ്ഞ് വരുമ്പോ ഈ കോഴിക്കുഞ്ഞിന്റെ ചുണ്ടിലൊരു പാടയുണ്ട്. അത് അമ്മ പൊളിച്ച് കളയും. അത് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് അത് കാണാനൊന്നും നേരം. അപ്പൊ ഈ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങള് ഈ പൊടിയരിയിലെ ഒരു കൊത്ത് കൊത്തി വെച്ചാൽ വെള്ളത്തിലൊന്ന് മുത്തും. എന്റെ ഭാഷ പറഞ്ഞ സ്തോത്രം ചെയ്യുന്നതാണ്. ആയുസിൽ ആദ്യം ഈ പൊടിയരി ഈ വെള്ളവും തന്ന ദൈവത്തിന് സ്തോത്രം. ഈ മൂക്ക് മുട്ട തിന്നുക, സ്തോത്രം പറയണം. പ്രാർത്ഥിച്ചു കഴിക്കുന്നവരുണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞ് കഴിക്കുന്നവരുണ്ട്. ചിലര് ഇതൊന്നും വിഷയമല്ല, കിട്ടിയ ഉടനെ നമ്മുടെ ഇടയിലുമുണ്ട്. പണ്ടൊരു യോഗത്തിന് പോയപ്പോൾ കുറച്ച് പേര് ആദ്യം അങ്ങ് കഴിച്ചു. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുക. വേറൊരു യോഗത്തിന് ചെന്നപ്പോ ഒരാൾ ആദ്യം അങ്ങ് കഴിച്ചു. സ്റ്റേജിൽ ഇരുന്ന പുള്ളി പറഞ്ഞു, ഇനിയാണ് പ്രാർത്ഥിക്കും. വീടും പ്രാർത്ഥിച്ചാൽ മുട്ട വൈകിട്ടൊക്കെ. ഒരു കാര്യം പറയാം, നിനക്ക് എപ്പോ ഭക്ഷണം കിട്ടിയാലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഭക്ഷണം കഴിക്കാതെ ഭാരപ്പെടുക. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞരങ്ങുന്ന കെഞ്ചുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ ഞങ്ങളുടെ സഭയിലും വീട്ടിലുമൊക്കെ പറയും, ഒരു ചോറ് പോലും കളയരുത്, കറിയുടെ അരി പോലും നീ കളയരുത്. ആവശ്യമുള്ളത് മേടിക്കണം, ആവശ്യത്തിനുള്ളത് മേടിച്ചോ കഴിച്ചോ, പക്ഷെ കളയരുത്. എത്രയോ ലക്ഷങ്ങൾ, എത്രയോ ആയിരങ്ങൾ, ലക്ഷങ്ങൾ ആ ഭക്ഷണമില്ലാതെ ഭാരപ്പെടുന്നത്. അപ്പൊ നിനക്ക് ദൈവം തമ്പുരാൻ ഭക്ഷണം തരുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം. മാത്രമാണോ, എനിക്ക് വളരെ ഭയത്തോടും ഭാരത്തോടുമൊക്കെയാണ് ഞാനിത് പറയുന്നത്. അനേകരും മെഡിക്കൽ കോളേജിലും മറ്റ് ആശുപത്രികളിൽ മൂക്കിക്കടെ ട്യൂബും ഒക്കെ ഇട്ട് ലിക്വിഡായിട്ട് കഞ്ഞിയൊക്കെ മിക്സിക്കകത്ത് അടിച്ച് ആ കുടലിനകത്തൂടെ അല്പം കിട്ടുന്നത്. എനിക്ക് സങ്കടമുണ്ട്, ദൈവം അവരെ വിടുവിക്കട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അങ്ങനൊന്നും ഇടവരാതെ ഒരു പ്ലേറ്റ് ചോറും 2 പ്ലേറ്റ് ചോറും അതിനെ കൂട്ടാനും പിന്നെ ഇരിക്കുക, കന്നിട്ടയ്ക്ക് തരികാതിരിക്കുക, 2 മക്കളെന്ന് പറഞ്ഞതാ. എന്നോടൊരാൾ ചോദിച്ചു, ഒരിക്കൽ പറഞ്ഞു, ചിക്കന്റെ കാല് തരാം. ഞാൻ പറഞ്ഞു, ഒരു കോഴിക്ക് 2 കാലേ ഉള്ളൂ, ഇവിടേക്ക് കാല് മതി, നെഞ്ചും തലയെല്ലാം പിന്നെ ആർക്കാണ്. അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, ഒരു യോഗം നടന്നപ്പോൾ പറയുന്നത് മോശമാണ്, ഇതുപോലെ മേടിച്ചു കൊടുത്തു. പുള്ളി കാലെല്ലാം എടുത്ത് പാത്തു, നെഞ്ചും തലയെല്ലാം എല്ലാം കൊടുത്തു. അപ്പൊ നടത്തിപ്പുകാരൻ വന്ന് നോക്കി, ഇനിയുണ്ടോ? നോക്കിയപ്പോ ഒരു 10-25 കാല്. ഇവിടെ പറഞ്ഞ മുഴുവൻ തിന്നോണം, ബാക്കി ഇവിടെ വെച്ചൊക്കെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവർക്ക് കൊടുക്കാൻ മേടിച്ചില്ല. പുള്ളിക്ക് കാലിഷ്ടം, അതിന് 25 കാല്. അങ്ങനെയുള്ള ബിരുദന്മാരും ഉണ്ട്, ധാരാളം ഉണ്ട്. ഞാൻ പറയുന്നത്, ആവശ്യത്തിന് കഴിച്ചോണം, കളയരുത്. ഒരു ചോറ് കളയരുത്, ഒന്നും കളയരുത്. കല്യാണത്തിനൊക്കെ കാണിക്കുന്ന വൃത്തികേട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില കല്യാണങ്ങൾക്ക് കണ്ടിട്ടില്ലേ, വീണ്ടും ഭക്ഷണമാ
ദൈവന്യായം വിധിക്കും. ദൈവന്യായം വിധിക്കും. സ്തോത്രം. ഒരു ഭക്ഷണവും കളയരുത്. നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം അധികം വന്നാൽ ഭക്ഷണമില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ ബുദ്ധു, അവർക്ക് കൊണ്ട് കൊടുക്കണം. രാത്രി ആണെങ്കിലും കൊണ്ട് കൊടുക്കണം. കൊടുക്കണം. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഭക്ഷണം ഒന്നും കളയരുത്. ഭക്ഷണം തരുന്ന ദൈവത്തിന് നന്ദി പറയണം. പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. പെട്ടകത്തിനകത്ത് നിന്ന് രണ്ട് പക്ഷിയെ പറത്തി വിട്ടല്ലോ. ഒന്ന് മലങ്കാക്ക. മലങ്കാക്കയെ പറ്റി വന്നും പോയും വന്നും അങ്ങനെയുള്ള വിശ്വാസികളുണ്ട്. ഈ ആഴ്ച വരും, അടുത്ത ആഴ്ച വരികയല്ല. 2 ആഴ്ച വരും, 3 ആഴ്ച വരും. വന്നും പോയി നിൽക്കുക. കഴിഞ്ഞ ആഴ്ച ഇവിടെ ആയിരുന്നു, കല്യാണം ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ച വരുമോ? നോക്കട്ടെ. അടുത്ത ആഴ്ചയോ ഒരു എൻഗേജ്മെന്റ് ഉണ്ട്. ഇങ്ങനെ അങ്ങ് നടക്കുക. അപ്പൊ നീ മലങ്കാക്കയാ. നിന്റെ പേരാണ് മലങ്കാക്ക. വന്നും പോയി. പക്ഷേ പ്രാവ് അങ്ങനല്ല. പ്രാവിനെ പറത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ അത് ഇരിക്കാൻ ഒരു സ്ഥലവും കാണുന്നില്ല. ആദ്യം തിരിച്ചു പോകും. പിന്നെ ആ പച്ചോലിവല കുത്തിക്കൊണ്ട് വന്നത്. എനിക്ക് വന്ന് തോസൂട്ടി പാസ്റ്റർ എഴുതിയ ഒരു പാട്ടിന്റെ വരിയുണ്ട്. ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ല, എന്റെ കീഴെ വൻസാഗര ജലം മാത്രം. ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ല, എന്റെ കീഴെ വൻസാഗര ജലം മാത്രം. തളരുന്നു തളരുന്ന എന്റെ കൂടെ പറന്നോരെയും കാണുന്നില്ല, എന്റെ കൂടെ പറന്നോരെയും കാണുന്നില്ല. ഇരിക്കുവാൻ ഒരിടം കാണുന്നില്ല, എന്റെ കീഴെ വൻസാഗര ജലം മാത്രം. ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ല, എന്റെ കീഴെ വൻസാഗര ജലം മാത്രം. തളരുന്നു തളരുന്ന ചിറകുകൾ, എന്റെ കൂടെ പറന്നോരെയും കാണുന്നില്ല, എന്റെ കൂടെ പറന്നോരെയും. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇപ്പൊ നന്നായി കേട്ടോ. ഇപ്പൊ ഞാൻ പാടുകയും വായിക്കുമ്പോൾ ചിലപ്പം പാടാൻ ഇതുപോലെ ആദ്യം മതിയായിരുന്നു. എന്താണ്ട് ചെയ്തതിനാണ് വളരെ നന്നായി. ഇപ്പൊ നന്നായി. ഇല്ല, നാണം വന്നപ്പോ നേരം വെളുത്തെന്ന് പറഞ്ഞ പോലെ യോഗം തീർന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, പക്ഷികളോട് ചോദിക്ക, അവ നിനക്ക് പറഞ്ഞു തരും. ഒരു കാര്യോടെ പറഞ്ഞങ്ങ് നിർത്തുക. കാക്ക കളറ് നല്ലതല്ല. ആ തള്ളക്ക് ഒട്ടും ഇഷ്ടമായി. എഴുതള്ളയാ പൊട്ടുന്നുണ്ടൊരു തള്ള. ആ തള്ള എന്നാ മണ്ഡലമാണ്. കളറ് നല്ലതല്ല. ആരുടെയാ? കാക്കയുടെ എന്ന് എല്ലാരും പറയും. കറുപ്പിന് 7 അടുക്കെന്നൊക്കെയാ നോട്ടീസിലും ഒക്കെ ഉള്ളു. പക്ഷെ വിഷയത്തോട് അടുക്കണം ചിലരുടെ. പിന്നെ അങ്ങനെ ഒരാൾ വന്ന് സ്റ്റേജിലിരുന്ന് അവിടെ നോട്ടം. പറയാം പറയുമെന്ന്. പിന്നെ നമ്മളെല്ലാം കട്ടേച്ച് നടക്കുന്നതല്ലേ. കാക്ക അത്ര നല്ല കളറല്ല, ചിലർക്ക് ഇഷ്ടമല്ല. ശബ്ദം എന്റേത് പോലെ ഒട്ടും നല്ലത്. കാക്ക പറയും, അമ്മ ഞാനൊരു പാട്ട് പാടാം. പിന്നെ പാട്ടും കൊണ്ട് ഇവിടെ വന്നല്ലേ. കാക്ക കണ്ടാൽ ആരും ഉടനെ ചുമ്മാ പോകുന്ന അല്ല. കാക്ക അവിടുത്തെ വിശ്വാസമില്ല. നമ്മള് കാല് കുറയ്ക്കുക അവിടെ കാക്ക അങ്ങ് പറന്നു. കളറ് നല്ലതല്ല, ശബ്ദവും അത്ര നല്ലതല്ല. ഏത് കൊലകൊമ്പന്റെ ഇരിക്കുന്ന സാധനവും തട്ടിപ്പറിക്കും. ഇതിനൊക്കെ ഒത്തിരി അപാകതകളുണ്ട്. മാനുഷിക നോട്ടം. എവിടാ പഠിച്ചത്? സാധ്യതയുടെ നാട്. കാക്ക ഇത് കണ്ട പറഞ്ഞു, ഞാനിവിടെ പാടാം.
സ്തോത്രം. തത്ത, നല്ല തത്ത നോക്കിയിരിക്കും. തത്ത എന്തോ സൗന്ദര്യം, ഡിസൈൻ നോക്കി ഗൗനിക്കത്തുമില്ല. കളറും നല്ലതല്ല, ശബ്ദവും നല്ലതാ. കാക്കയ്ക്കും വലിയ സങ്കടമായി. പക്ഷെ തമ്പുരാൻ ഒരു ദിവസം ഒരു കാക്കയെ വിളിച്ചേച്ച് പറഞ്ഞു, ഉപദേശം എന്ന് പറഞ്ഞാൽ ദൈവദാസനെ ശുശ്രൂഷിക്കാൻ ഒരു അവസരത്തിൽ കുയിലിനെ വിളിച്ചില്ല, സൗന്ദര്യമുള്ള തത്തേനെയും വിളിച്ചില്ല, ഓലേഞ്ഞാലി കുരുവിയെയും വിളിച്ചില്ല. സ്തോത്രം. പലരും ഉപേക്ഷിച്ച്, ത്യജിച്ച്, വെറുത്ത്, ഒറ്റപ്പെടുത്തിയ കാക്കയെ ദൈവം വിളിച്ചു. സ്തോത്രം. നിങ്ങള് ആത്മീക ലോകത്തെ പാട്ട് മിക്കത് പെടുത്തെ കുയിലിനെ പറ്റി ഒരു പാട്ട് ഉണ്ട്, സിനിമാ പാട്ടുണ്ട്. കുയിലിനെ തേടി കേട്ടിട്ടുണ്ട് ഒരു പാട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം ആത്മീയരായതുകൊണ്ട് ഇപ്പം പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും പാട്ടുണ്ട്. വരിയൊന്നും ഞാൻ നോക്കുന്നില്ല. കുയിലിനെ തേടി, കുയിലിനെ തേടി ഉദിച്ചു പായും മാര. കേട്ടിട്ടില്ല? പാടി നടന്ന ആ റോഡ് കുയില് വന്നുമില്ല. കുയിലിനെ പറ്റിയുണ്ട് ലോകത്തിന്റെ പാട്ട്. ആത്മീക ലോകത്ത് അങ്ങനെ കുയിലിനെ പറ്റി അങ്ങനെ വലിയ പാട്ടൊന്നും. പക്ഷെ ഇന്നും പാടി ആരാധിക്കുന്നത് കാക്കയുടെ പേര് പറഞ്ഞ. സ്തോത്രം. ഇല്ലേ? ഇപ്പോഴും കാക്കയുടെ പേര് അല്ലേ? കർത്താവ് അങ്ങനെ പറഞ്ഞു, കാക്കകളെ വിചാരിപ്പിൻ. യേശുവും പരാമർശം കാക്കയുടെ കാര്യം. സ്തോത്രം. ഈ പക്ഷികളോട് ചോദിക്കുക, പക്ഷി തന്നെ പറഞ്ഞു തരും. നീ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നാൽ, യേശുവിനെ ശുശ്രൂഷിച്ചാൽ, സുവിശേഷ വേലയെ ആദരിച്ചാൽ, കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുത്താൽ നിന്നെ ദൈവം മറന്നു കളയത്തില്ല. നിന്നെയും നിന്റെ സന്തതിയെയും ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ പ്രസംഗം അങ്ങ് നിർത്തുക. സമയം തന്നതിന് നന്ദി. എന്നെ സഹിച്ച് ഇത്ര നേരം ഇരുന്നതിന് നിങ്ങൾക്കെല്ലാം വളരെ നന്ദി. ഈ സമീപത്തുള്ള ഭവനത്തിലുള്ളവർക്കും വളരെ നന്ദി. ദേശനിവാസികൾക്ക് നന്ദി. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. യേശു ക്രിസ്തു ഏക ദൈവം. യേശു ക്രിസ്തുവിനെ കൂടി മാത്രം രക്ഷ, മറ്റൊരുത്തരും രക്ഷയില്ല. നരകവും ഉണ്ട്, സ്വർഗവും ഉണ്ട്. നരകത്തിൽ പോകരുത്. ചാകാത്ത പുഴു, കെടാത്ത തീയും ഗന്ധകവും തീയും പല്ലുകടിയും കരച്ചിലും ദണ്ണനോ ഇരുട്ടുമൊക്കെ ആ നരകത്തിൽ. ആമേൻ. സ്വർഗത്തിലെത്തണം. അവിടെ എന്നും സന്തോഷവും ആനന്ദവും എല്ലാറ്റിനുപരി സ്വർഗത്തെക്കാൾ വലിയവനാകുന്ന യേശുവുണ്ട്. സ്തോത്രം. ആ സ്വർഗത്തിൽ പോകാൻ കാശ് മുടക്കുന്നില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ചെയ്തിരിക്കുക. രക്ഷിക്കപ്പെട്ടവരുടെ പേര് ജീവന്റെ പുസ്തകത്തിലെടുത്തും. ആ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യെ തള്ളിക്കിടും. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്നവർക്ക് നിത്യതയിലെത്താം. ഇന്ന് രാത്രി ആ ശുശ്രൂഷ, ആ അനുഭവം എല്ലാവരും പ്രാപിക്കുവാനൊന്ന് സമർപ്പിച്ചാട്ടെ.